ഹലോ, എല്ലാവർക്കും DIY വിത്ത് ആഷ്ലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഒന്ന് വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഞാൻ എന്തായാലും എൻ്റെ ഡ്രസ്സിൻ്റെ മാച്ചിന് സിൽക്ക് ത്രെഡിൻ്റെ ജിമിക്കി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ 2 കളർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. ആദ്യം തന്നെ നമ്മൾ ഈ സിൽക്ക് ത്രെഡ് ഒരു കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ ബുക്കിലോ ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സിൽക്ക് ത്രെഡിന് 15 രൂപ എന്താണ് കേട്ടോ വില. ഇത് നമ്മളൊരു 25 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ നൂലുകളെല്ലാം ചേർത്ത് പിടിച്ച് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ഉണങ്ങാനായിട്ട്. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടില്ലേ, ഒട്ടിച്ചിട്ടില്ലേ, അതിൻ്റെ നടുക്കിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് 2 അറ്റത്തും ഒട്ടിയിട്ടുള്ള നൂലുകൾ കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഞാൻ ഗോൾഡൻ യെല്ലോ നൂലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള ജിമിക്കയുടെ ബേസാണ്. ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ നിന്ന് നമുക്ക് ജിമിക്കി ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും മേടിക്കാൻ കിട്ടും. ഞാനിതൊക്കെ കടയിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നൂലില്ലേ, അത് ഇതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഒരറ്റം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഒട്ടാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ച് നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സെയിം കളർ വെച്ചിട്ടാണ് ഫുൾ ജിമിക്കി നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണേന്നുണ്ടെങ്കിൽ ഇത് നല്ല ടൈറ്റ് ചെയ്ത് ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ചുറ്റി കൊടുക്കാം. ഞാനിവിടെ 2 കളർ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന കാരണം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് ചുറ്റി കൊടുക്കാനായിട്ട് പോണത്. കണ്ടില്ലേ, ഇതിപ്പോൾ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇടയിൽ ചെറിയ ഗ്യാപ്പുകൾ ഇട്ടിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗത്ത് നമ്മൾ ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ബാലൻസ് ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇനി നൂലൊക്കെ അനങ്ങാണ്ട് നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഫെവിക്കോൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ ജിമിക്കി ഉണ്ടാക്കാനായിട്ട് ഫെവിക്കോൾ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഞാനിവിടെ പീക്കോക്ക് ബ്ലൂ നൂല് വെച്ചിട്ടും ചെയ്യാൻ പോവാണ്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, നേരത്തെ ചെയ്തപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടില്ല, ആ ഗ്യാപ്പ് ഇട്ട ഭാഗത്താണ് നമ്മൾ ഈ നൂല് ചുറ്റി കൊടുക്കാനായിട്ട് പോണത്. ഇതിപ്പോൾ ചുറ്റി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ചെയിൻ ഒട്ടിച്ചു കൊടുക്കാനാണ് പോണത്. ഇത് നമുക്ക് പല കളറിലുള്ളത് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. ഞാനിവിടെ ഒരു ഗോൾഡൻ കളറുള്ള സ്റ്റോൺസ് വെച്ചിട്ടുള്ള ചെയിനാണ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോണത്. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ വച്ച് അളവ് നോക്കുക. കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ട് അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള കട്ടർ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അറ്റത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഒട്ടി കിട്ടാനായിട്ട് കുറച്ച് സമയം നമ്മളിത് വെയിറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് വേഗം ഒട്ടണ ഏതെങ്കിലും ഗ്ലൂ വെച്ചിട്ടായാലും ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ചെറിയ ബോൾസുകളുള്ള ഗോൾഡൻ കളറുള്ള ചെയിനാണ്. ഇനി ഇതാണ് ഞാനിതിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോണത്. നേരത്തെ പോലെ തന്നെ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എവിടെ ഒട്ടിക്കേണ്ട ആ സ്ഥലത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് പൊട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാനില്ലേ അടിയിലായിട്ട്. ആ സെയിം ചെയിൻ്റെ തന്നെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വളച്ച് ഞാനിതിൽ ഒട്ടിച്ചു കൊടുക്കാനാണ് പോണത്. ഇതിൻ്റെ ചുറ്റും ഞാനിതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ കുറേ പീസുകൾ സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞു. ഞാനിനി ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്.
ഇപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഫ്ലവർ ക്യാപ്പാണ്. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഐപ്പിനാണ്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന് മുകളിലായിട്ടൊരു ബീഡ്സ് കൂടി ഞാൻ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ ഈ പ്ലെയർ ഉപയോഗിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വേറൊരു ഐപ്പിൻ എടുത്തിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലുള്ള റിങ് എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടി സ്റ്റഡ് ഉണ്ടാക്കണം. നമുക്ക് റെഡിമെയ്ഡ് സ്റ്റഡ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്യണത് ക്യാൻവാസിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഈ ക്യാൻവാസിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഈ ബോൾസ് ഉള്ള ചെയിനിൽ ഈ ചെയിൻ വെച്ചിട്ടാണ് സ്റ്റഡ്സ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. ഞാനിവിടെ ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിൽ ആ ഒരു രീതിയിലാണ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷേപ്പൊക്കെ വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നടുക്കിലായിട്ട് ഞാനിവിടെ ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ വച്ച് നോക്കി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ വച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യാൻ പോണത്. നമുക്കിതല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് വന്ന സ്ഥലത്ത് ഞാനിത് ഈ ഗോൾഡൻ ചെയിൻ്റെ ഒരു ബോൾ മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ സ്റ്റഡിൻ്റെ ബേസാണ്. ഈ ബേസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. വേഗം ഒട്ടണ, നന്നായിട്ട് ഒട്ടണ ഏതെങ്കിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഉണങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞാൻ എൻ്റെ ഈ ഡ്രസ്സിൻ്റെ മാച്ചിനാണ് ഈ കമ്മൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. താങ്ക് യു.